ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ISLലെ വിദേശ താരങ്ങളെ പരിചയപ്പെടാൻ പോകുന്ന സീരീസിൽ ഒഡീഷ FC യെ പറ്റിയാണ്. ഒഡീഷ FC 5 വിദേശ താരങ്ങളെയാണ് നിലനിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു പുതിയ വിദേശ താരത്തെ എത്തിക്കുന്നത് ലൊബേറയ്ക്ക് പരിചിതനായിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 വിദേശ താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചു, അതും വൺ ഓഫ് ദി ബെസ്റ്റ് ISL പ്ലെയേഴ്സാണ്. സോ അതിപ്പം നോക്കിക്കഴിഞ്ഞാൽ റോയ് കൃഷ്ണയോ അല്ലെങ്കിൽ ഡീഗോ മൊറീഷോ, അഹമ്മദ് ജാഹു ഇങ്ങനെയുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാലും അവർ ബെസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് സീസണിൽ ദിമിക്കൊപ്പം തന്നെ സ്കോറിങ് ഉണ്ടായിരുന്ന 2 പ്ലേയേഴ്സൊക്കെ ആയിരുന്നല്ലോ, ഈ മൗറീഷ്യോ ആണെങ്കിലും റോയ് കൃഷ്ണ ആണെങ്കിലും. സോ അവർക്ക് ഉറപ്പായിട്ടും ഡിമാൻഡ് ISLലുള്ള പ്ലേയേഴ്സാണ്. സോ അവരെ നിലനിർത്തുന്നു. മറ്റു ചില ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പൂളൊക്കെ വലുതാണെന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നു, സ്റ്റിൽ പൂളിൽ നിന്ന് കണ്ടെത്താൻ പറ്റാത്തൊരു അവസ്ഥയെ പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. എന്താണെങ്കിലും ഒഡീഷ FC വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം വിദേശ നിരകളുടെ ഒരു ക്യാപ്ഷൻ ഞാൻ കൊടുത്തിരുന്നത് ഒരു വയസ്സൻ പട എന്നുള്ളതാണ്. ഇത്തവണ നോക്കിക്കഴിഞ്ഞാലും വയസ്സൻ പട 2.0 എന്ന് തന്നെ ഞാൻ പറയും. സോ അതിനൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. സോ വയസ്സൻ പട ഒരിക്കലും അതൊരു എന്താ പറയുക, ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല. ഏജ് വൈസ് നോക്കുമ്പോഴത്തേക്കും എല്ലാ പ്ലേയേഴ്സും 33, 34, 35, 36, 37 വരെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ആകെ ബോമസ് മാത്രമാണ് 30 വയസ്സിൽ താഴെയുള്ള പ്ലേയേഴ്സ് എന്നതാണ്. പക്ഷേ ഇവരെല്ലാം തന്നെ ISLൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ഓഫ് ഓൾ 119ഓളം മത്സരങ്ങളാണ് ഈ ഒരു സെനഗൽ മുൻ ഇൻ്റർനാഷണൽ താരം കൂടിയായിട്ടുള്ള പ്ലെയർ കളിച്ചിട്ടുള്ളത്. ഒരു ഡിഫൻഡർ എന്ന നിലയിൽ അദ്ദേഹം ഒരു സമയത്ത് തീപ്പൊരിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കോറിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ISL ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരു ഡിഫൻഡറാണ് അദ്ദേഹം. അതിൻ്റെ 20 ഗോളുകൾ, അതുപോലെ 5 അസിസ്റ്റും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം ഒന്ന് ഡൗൺ ആണെന്ന് പറയുമെങ്കിലും ഏറ്റവും ടോപ്പായിട്ട് സെൻട്രൽ ബാക്കിൽ കളിക്കുന്നൊരു പ്ലെയർ ഉണ്ട്, മറ്റാരുമല്ല കാർലോസ് ഡെൽഗാഡോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പാനിഷ് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് സീസണിൽ ഒരു ടോപ്പ് 3 സെൻറ്റർ ബാക്സിൻ്റെ പേര് പറഞ്ഞാൽ അതിൽ ഒരാൾ തന്നെയായിരിക്കും കാർലോസ് ഡെൽഗാഡോ എന്നുള്ളതാണ്. ഏതാണ്ട് 60+ ISL മാച്ചസൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ്. ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരാം. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ അഹമ്മദ് ജാഹു, ആർക്കും സംശയം ഉണ്ടാകില്ല, കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ISLൽ കളിക്കുന്നു. അതിൽ കൂടുതൽ വർഷങ്ങളിൽ ലൊബേറയ്ക്കൊപ്പം തന്നെയാണ് കളിച്ചത്. ISLൽ കണ്ട ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 134ഓളം ISL മാച്ചസൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് കൊടുക്കാം. ആസ് എ ഡിസ്ട്രക്ടർ എന്ന നിലയിൽ പറയാം, ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ എന്ന നിലയിൽ പറയാം. അദ്ദേഹം അവിടുന്ന് കൊടുക്കുന്ന ലോങ് ബോൾ സ്വിങ്സിലോട്ടോ സ്ട്രൈക്കേഴ്സിലോട്ടോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റ് പീസ് എബിലിറ്റി, കോർണേഴ്സ് ആണെങ്കിലും ഫ്രീ കിക്ക് ആണെങ്കിലും അങ്ങനത്തെ ഒരു ഓൾ ഇൻ ഓൾ ഒരു എൻജിൻ തന്നെയാണ് ഒരു ഒഡീഷ FCയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ലൊബേറയുടെ അണ്ടറിൽ അദ്ദേഹം കളിക്കുമ്പം കൂടുതൽ പവറോടുകൂടി കളിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു മൊറോക്കൻ താരം, അഹമ്മദ് ജാഹു ഒരു മൊറോക്കൻ താരമാണ്, മറ്റൊരു മൊറോക്കൻ മിഡ്ഫീൽഡറെ കൂടി കൊണ്ടുവരുന്നു. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഹ്യൂഗോ ബോമസ് തന്നെയാണ്. ഹ്യൂഗോ ബോമസിനെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതും സെർജിയോ ലൊബേറ ആണെന്നുള്ളത് അറിയാം. ഞാൻ പറഞ്ഞു, ഈ സ്കോഡിൽ 30 വയസ്സിന് താഴെയുള്ള ഒരേ ഒരു പ്ലെയർ ബോമസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് സീസണിലൊക്കെ ഒന്നും അദ്ദേഹം ഡൗൺ ആയിരുന്നു, പക്ഷേ അവർ എബിലിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. എൻ്റെ ഒരു പ്രതീക്ഷയിൽ ലൊബേറയുടെ അണ്ടറിൽ കിടിലൻ പെർഫോമൻസ് നടത്തുന്നതാണ്. ഇപ്പോൾ ISL ഗോൾഡൻ ബോൾ വിന്നർ വരെയൊക്കെ ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം അദ്ദേഹം ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും ലൊബേറയുടെ അണ്ടറിലുള്ള സീസൺസിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലൊരു സംശയമില്ല. ഇനി നമുക്ക് സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡീഗോ മൗറീഷ്യോ പറഞ്ഞ പോലെ കുറച്ചധികം വർഷങ്ങളായിട്ട് ISLൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പം ISL നോക്കി കഴിഞ്ഞാൽ 38 ഗോൾസ് 71 മത്സരങ്ങളിൽ അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സീസണിൽ തന്നെ 11 ഗോൾസ്, അതും കൂടുതൽ മാച്ചസ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ വന്ന് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. എല്ലാ ടീമും ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്ട്രൈക്കറാണ് എന്നുള്ളത് പറയാം. ഇനി റോയ് കൃഷ്ണയാണ്. റോയ് കൃഷ്ണ ലാസ്റ്റ് സീസണിൽ ദിമിക്ക് ഗോൾഡൻ ബൂട്ടിൽ ഏറ്റവും ഒരു കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിന് 37 വയസ്സാകാൻ പോകുന്നു, ഇപ്പോഴും അദ്ദേഹം കിടിലം പ്രകടനം. ഇപ്പം ലാസ്റ്റ് സീസണിൽ ISLൽ അടിച്ചത് 13 ഗോളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഗോളും അസിസ്റ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൽ ഗോൾ സ്കോറിന് അപ്പുറത്തേക്കൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് കൂടിയുള്ളൊരു പ്ലെയറാണ്. പിന്നെ അദ്ദേഹം നിലവിലിപ്പം കഴിഞ്ഞ ഓഷ്യാനൻ റീജിയനിലുള്ള ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ നമ്മുടെ ഏഷ്യ കപ്പൊക്കെ പോലത്തെ. സോ അതിൽ അദ്ദേഹം ഒരു ടോപ്പ് സ്കോറായി മാറി ഗോൾഡൻ ബൂട്ടൊക്കെ അടിച്ചു എന്നുള്ളതാണ്. അതായത് സ്റ്റിൽ ഈ ഒരു ഏജിലാണ് ന്യൂസിലൻഡും ഒക്കെ കളിക്കുന്ന ഒരു
ഒരു ടൂർണമെൻ്റ് ആണത്. അതിൽ ഫിജിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. നമുക്ക് അറിയാലോ, ഫിജിയുടെ ഒരു ലെജൻഡറി പ്ലെയർ തന്നെയാണ് അദ്ദേഹം. ആ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് ഈ ഒരു വിദേശ നിരയെ നോക്കുമ്പോൾ ഒരു പടി കൂടി ഉയർന്നു എന്നുള്ള പറയാം. കാരണം സൈ ഗോഡാർഡിനേക്കാൾ എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ബോമസ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ലൊബേറയുടെ അണ്ടറിൽ കളിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രതീക്ഷകൾ കൂടുതൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ പൊസിഷൻ തിരിച്ച് ഒന്ന് റേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫൻസ് ഈസ് ഗുഡ്, മിഡ്ഫീൽഡ് എക്സലൻറ്റ് ആൻഡ് അറ്റാക്ക് എക്സലൻറ്റ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയേണ്ടതുള്ളത്. അത്രയ്ക്കൊരു പ്രതീക്ഷ തന്നെ ഈ ഒരു ടീമിനെ പറ്റി പറയേണ്ടതുണ്ട്. ഇനി 4 പ്ലെയേഴ്സ് ആരൊക്കെ ഒരു പൊട്ടൻഷ്യൽ 11ൽ വരാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫൻസിൽ കാർലോസ് ഡെൽഗാഡോ, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും അഹമ്മദ് ജാഹു ആൻഡ് ഹ്യൂഗോ ബോമസ്, ആൻഡ് ഒരു ഫോർവേഡ് എന്ന നിലയിൽ കൂടുതൽ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ മാച്ചസ് ഒക്കെ കളിക്കാൻ റോയ് കൃഷ്ണയ്ക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ഒഡീഷ എഫ് സിയുടെ വിദേശ നിരയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വരിക. കാണിക്കാൻ സനിങ്ങ.